ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹോം ഗാർഡനിൽ ഒന്നുകൂടി കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹോം ഗാർഡനിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിലൊരു മനോഹരമായുള്ളൊരു പൂവുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് ആ പൂ. ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഗായ്സ്. പിന്നീട് ഇതാണ് ഓർക്കിഡിൽ ചേർന്നൊരു ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർക്കിഡ് വർഗത്തിൽപ്പെട്ടൊരു പൂവാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഓർക്കിഡ് വർഗത്തിൽപ്പെട്ടൊരു പൂവാണ്. ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് ഗായ്സ്. ഇതിൻ്റെ 2 പ്ലാന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നീട് നമുക്ക് ഇനി കുറച്ച് വേറൊരു ഫ്ലവറിൻ്റെ പ്ലാന്റാണിത്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നീട് ഇതാണ് ഒരു പ്ലാന്റ്. ഇതിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്, ഇവിടെ നിറച്ച് മണി പ്ലാന്റ് ആണ് ഫ്രണ്ട്സ്. ഇനി നമുക്ക് വേറൊരു പ്ലാന്റും കൂടെ കാണാം. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച ആ വയലറ്റ് പൂവില് ഇതിൻ്റെ ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൊലയായിട്ട് തന്നെ കുറേ പിടിക്കും. അപ്പം വേറൊരെണ്ണം കൂടി ഉണ്ട് ഇതിൻ്റെ. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നീട് നമുക്ക് കുറച്ച് ചെമ്പരത്തി കാണാം. പല വെറൈറ്റിയിലുള്ള ചെമ്പരത്തി ഇവിടെ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് അടുക്ക് ചെമ്പരത്തി. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അടുക്ക് ചെമ്പരത്തി. ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ചെമ്പരത്തികളുണ്ട് ഇവിടെ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് വേറെ ബാംബു ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കുറച്ച് ബാംബു കാണിച്ചു തരാം ഇനി ഞാൻ. ഈ ബാംബു നല്ല ഭംഗിയാണ്. പിന്നെ വലിയ മുളയുണ്ട് ഇവിടെ. ആ ബാംബു വലുതാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. പല വെറൈറ്റിയിലുള്ള ബാംബു ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ബാംബു വളരെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ ബാംബൂസും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സാധാ ചെമ്പരത്തി ഒന്ന് കാണാം. ഈ ചെമ്പരത്തി കാണാൻ നല്ല രസമാണ്. ഇനി നമുക്ക് വേറൊരു വൈറ്റ് കളറുള്ള ചെമ്പരത്തി കാണാം. അത് മേളിലാണ്. ഇപ്പം കണ്ടില്ലേ, അതാണ് വേറൊരു ചെമ്പരത്തി. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ബാംബു ഉണ്ടെന്ന്. അപ്പം നമുക്ക് അത് കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പം നമ്മുടെ ഇവിടെ ഗാർഡനിൽ ഒരു 2 കസേര ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഞാൻ പറഞ്ഞ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ബാംബു. ഇത് നല്ല വളർന്നിട്ടുണ്ട് ഗായ്സ്. നമുക്കിത് ക്യാമറ തിരിച്ചാൽ നല്ലപോലെ കാണാൻ പറ്റത്തുള്ളൂ. നല്ല ഭംഗിയാണ് ഗായ്സ് ഈ മുള കാണാൻ. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അവിടെ കുറച്ച് ചീരകളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ എൻ്റെ ചീരകളാണ് ഗായ്സ്. ഇതൊക്കെ ഇനി പിച്ചി തോരൻ വെക്കണം. പിന്നീട് കുറച്ച് പനിക്കുറുക്കുണ്ട് ഇവിടെ.
ഈ ബാമ്പൂടെയാണിത്. പിന്നെ ഇവിടെ കുറച്ച് മുളക് തൈകളുണ്ട്. അപ്പോൾ ഇത് തെറ്റിയുടെ ഒരു കുഞ്ഞാണ്. ഇത് ഞങ്ങൾ വെട്ടിയായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും കിളിച്ച് വരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, താണ്ടെ എൻ്റെ ക്രിസ്മസ് ട്രീ. ഇതിനെക്കാളും നല്ല ഭംഗിയുണ്ട് ഗായ്സ്. അപ്പം ഇതിൽ ഞങ്ങൾ ക്രിസ്മസിന് ഇത് ഡെക്കറേഷനൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ഒരു മുളകുണ്ട്, അതിലൊരു പൂ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുളക്. ഇതിലെ പൂ ഇതുകൊണ്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിലെ പൂ പിന്നെ ഇതാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. നല്ല ഭംഗിയാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് കാണാൻ. ഇത് എന്താണെന്ന് അറിയാമോ? ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ലിപ്സ്റ്റിക് തൂത്തതുപോലില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് വേറൊരു വെജിറ്റബിളിൻ്റെതാണ്. പിന്നെ ഒരു വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു പൂവുണ്ട്. ആ പൂവിൻ്റെതാണ്. ഇത് പൂ പിടിച്ചായിരുന്നു, ഇപ്പോൾ അത് പോയിട്ട് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ വേറൊരു തെറ്റിയുണ്ട്. ആ തെറ്റിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ തെറ്റിപ്പൂ. പിന്നീട് ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. കൂടുതലും ഫ്ലവേഴ്സിൻ്റെതാണ്. പിന്നെ വേറൊരു ഫ്ലവേഴ്സിൻ്റെ പേര് എനിക്ക് അറിയില്ല. നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. ബൈ ബൈ.